ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2019 നമ്മുടെ 5ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 44 ഡിഗ്രി. ചിത്രത്തിൽ കോൺ ബി 90 ഡിഗ്രിയും കോൺ സി 44 ഡിഗ്രിയും. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ അളവ് എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ടാൻ 44? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ടാൻ 44? പ്രൂവ് ദാറ്റ് ടാൻ 44 ഇൻറ്റു ടാൻ 46 ഈക്വൽ ടു 1. ടാൻ 44 ഇൻറ്റു ടാൻ 46 ഈക്വൽ ടു 1 എന്ന് തെളിയിക്കുക. ആദ്യം ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറയുന്നത് ഇതൊരു ത്രികോണമല്ലേ? ഒരു ത്രികോണത്തിൻ്റെ 3 കോണ് കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പോൾ ഒന്ന് 90 ഒന്ന് 44. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 90ക്ക് 44 കൂട്ടുമ്പോൾ 134 കിട്ടും. ഇനി 180 നിന്ന് 134 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 0 നിന്ന് 4 പോകൂല, അപ്പം ഇപ്പുറത്ത് നിന്ന് കടെടുക്കും. ഇവിടെ 10 ആകും, ഇവിടെ എന്താവും? 7 ആവും. 10 നിന്ന് 4 പോയാൽ 6, 7 നിന്ന് 3 പോയാൽ 4, 1 നിന്ന് 1 പോയാൽ 0. അപ്പം 46 എന്ന് കിട്ടും. ഓക്കെ, ഇനി ടാൻ 44 ഇതിലേതാണെന്നാണ് ചോദ്യം. എന്താണ് ടാനിൻ്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശം. അപ്പം 44ൻ്റെ ഓപ്പോസിറ്റ് ആരാ? എതിർവശം നേരെ ഓപ്പോസിറ്റ് നോക്കുക, AB. അഡ്ജസൻറ്റ് ആരാ? BC. ഇത് ഹൈപ്പോട്ടനസ് ആണ്, 90ന് ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതാണ് ടാൻ, എതിർവശം ബൈ സമീപവശം. അപ്പോൾ AB ബൈ BC. ഓക്കെ, ഒന്നാമത്തെ തന്നെ AB ബൈ BC. ഇനി ടാൻ 44 ഇൻറ്റു ടാൻ 46 ഈക്വൽ ടു 1 ആണെന്ന് തെളിയിക്കണം. ടാൻ 44 നമുക്ക് കിട്ടി, എന്താ? AB ബൈ BC ആണ്. ഇനി ടാൻ 46, A ആണ് 46. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? BC. അഡ്ജസൻ്റ് ആരാ? AB. അപ്പോൾ അത് BC ബൈ AB എന്നും വരും. നോക്കിയാൽ BCയും BCയും ക്യാൻസൽ ആവും, ABയും ക്യാൻസൽ ആവും. പിന്നെ ആരുണ്ടാവുക? ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ടാവും. സോ ഈക്വൽ ടു 1. ഓക്കെ, then in the figure P is the center of the circle, A, B and D are points on the circle. Angle P equal to 90 degree. AD equal to 5 cm. ചിത്രത്തിൽ P വൃത്ത കേന്ദ്രമാണ്, ABD എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AD 5 cm. ഓക്കെ, അത് മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടില്ല, അവിടെ ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ നീളം അല്ലെങ്കിൽ ആംഗിൾ എയുടെ അളവ് എത്രയാണ്? എത്ര ഡിഗ്രിയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ APD? ത്രികോണം APDയുടെ പരപ്പളവ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ABCD. ABCD എന്ന സാമാന്ത്രികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ മക്കളെ, ഫസ്റ്റത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ എന്നാണ്. ആംഗിൾ എയുടെ അളവ് എത്രയെന്നാണ് ചോദ്യം. നോക്കിയാ, ഈ P എന്ന് പറയുന്നത് 90 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും എത്രയാ? 90 ആണ്. AP റേഡിയസ് ആണ്, PDയും റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാവും. അഥവാ APD എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആവും, രണ്ട് സൈഡ് തുല്യമായാലും. കാരണം എന്താ രണ്ട് സൈഡ് തുല്യമാകാൻ കാരണം എന്താ? ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, അഥവാ ആരങ്ങൾ. അപ്പോൾ ആ രണ്ട് സൈഡ് തുല്യമായതുകൊണ്ട് ആ ത്രികോണ ഐസോസിലസ് ആവും. അപ്പോൾ ആ രണ്ട് കോണുകൾ തുല്യമാവും. ഒരു കോണ് 90 ആണ്, ബാക്കി ഇനി 90 ആണ്. അപ്പോൾ അതിനെ ഈക്വൽ ആക്കുമ്പോൾ 45 എന്ന് വരും. ഓക്കെ, കണ്ടോ? 45 എന്ന് വരും. അപ്പോൾ ആംഗിൾ എ 45 ഡിഗ്രി. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാംഗിൾ APD? ട്രയാംഗിൾ APDയുടെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ AP ആണ് ബേസ്, PD ആണ് ഹൈറ്റ്. 45 90 വരുമ്പോൾ 1:1:√2 ആണ്. അതിൽ 1ൻ്റെ സ്ഥാനത്താണ് 45ൻ്റെ ഓപ്പോസിറ്റാണ് 1 വരിക, 90ക്ക് ഓപ്പോസിറ്റാണ് √2 വരിക. √2ൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? √2ന് 5 എങ്കിൽ 1ന് എത്രയാ? 5/√2. ഓക്കെ, അപ്പോൾ APയുടെ ലെങ്ത്തും 5/√2 ആണ്, PDയുടെ ലെങ്ത്തും 5/√2 ആണ്. അപ്പം ഇനി ഏരിയ കാണാലോ. ഓക്കെ, ഏരിയ ഈക്വൽ ടു ഹാഫ് BH. ബേസ് എന്ന് പറയുന്നത് AP ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് PD ആണ്. 90 ഡിഗ്രി വരുന്ന ഭാഗമാണ് ബേസും ഹൈറ്റും. അപ്പോൾ 5/√2 ഇൻറ്റു 5/√2, √2 ഇൻറ്റു √2 എത്രയായി? 2 ആയി. 2 ഇൻറ്റു 2 4 ആയി. 5 ഇൻറ്റു 5 25 ആയി. അപ്പോൾ 25 നോക്കാം. 1 ഇൻറ്റു 5 5, 5 ഇൻറ്റു 5 25. ഓക്കെ, ദെൻ √2 ഇൻറ്റു √2 2 ആണ്, 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ 25/4 എന്ന് കിട്ടും. ഓക്കെ ആണ്.
ഇനി ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടുത്തെ ബേസ് ആരാ? എ ബി ആണ്. ഹൈറ്റ് പി ഡി ആണ്. ഓക്കെ, ഇത് 5/√2 ആണ്, ഇതും 5/√2 ആണ്, ഇതും 5/√2 ആണ്. അപ്പോൾ ബേസ് നമുക്ക് എ ബി ഇൻറ്റു പി ഡി എന്ന് കിട്ടും. എ ബി എന്ന് പറയുന്നത് 10/√2 ആണ്. നോക്കിയാൽ 5/√2ഉം 5/√2ഉം കൂടി കൂട്ടുന്നതാണ് എ ബി. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 5 5 കൂട്ടിയാൽ 10/√2. പി ഡി ഹൈറ്റ് അത് 5/√2 തന്നെ. 10 × 5 50. √2 × √2 2 വരും. ഓക്കെ, അപ്പോൾ 50ൻ്റെ പകുതി 50/2 എത്രയാ? 25. ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ എത്രയാണ്? 25. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? A boy standing at one bank of a river see the top of a tree on the other bank directly opposite to the boy at an elevation of 60 degree. Stepping 40 meter back, he sees the top at an elevation of 30 degree. ഒരു പുഴയുടെ കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി മറുകരയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 40 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ മരത്തിൻ്റെ മുകളറ്റം 30 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. ഒരു ഏകദേശ ചിത്രം വരച്ച് മരത്തിൻ്റെ ഉയരം കാണുക. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. പുഴയുടെ വീതി കാണുക. നോക്കിയേ, ഒരു കുട്ടി സ്റ്റാൻഡിങ് അറ്റ് വൺ ബാങ്ക് ഓഫ് എ റിവർ, ഒരു പുഴയുടെ ഒരു കരയിൽ നിൽക്കുന്നു. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ മറുകരയിലുള്ള ഒരു മരം, അതിൻ്റെ മുകളറ്റം ഈ പുഴയുടെ ഈ കരയിൽ നിന്നും കുട്ടി കാണുന്നത് 60 ഡിഗ്രിയിലാണ്. സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ. ഇനി 40 മീറ്റർ ആ കുട്ടി പുറകോട്ട് മാറി. അപ്പം ആ കുട്ടി ആ മരത്തിൻ്റെ മുകളറ്റം കാണുന്നത് 30 ഡിഗ്രിയിലാണ്. ഇങ്ങനെയാണ് ആ ചിത്രം വരിക. ഓക്കെ, ആദ്യം പുഴേനെ നമ്മൾ ബി സി എന്നെടുത്തു. പുഴയുടെ കരയിൽ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രിയിൽ കാണും. പിന്നെ 40 മീറ്റർ പുറകോട്ട് മാറിയപ്പോൾ അത് 30 ഡിഗ്രിയിലാണ് കണ്ടത്. ഓക്കെ, ആ ചിത്രം ഞാനിവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഹൈറ്റ് കാണാം. ഞാൻ ചിത്രത്തിൽ കോണുകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് കൊടുക്കുകയാണ്. ഇതാ നോക്കിക്കോ, പുഴയുടെ വീതിയും കാണണം, മരത്തിൻ്റെ ഉയരം കാണണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നമുക്ക് ചെയ്യണം. നോക്കിയാൽ ഇവിടെ 60 തന്നിട്ടുണ്ടല്ലോ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരും? 120 വരും. അപ്പോഴാണ് 180 ആവുക. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് 180 വന്നതെന്ന് മനസ്സിലായില്ലേ? 60 ആണ്, 60ക്ക് 120 കൂട്ടുമ്പോഴാണ് 180. ഇനി ഇതൊരു ത്രികോണാണ്. ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര? 180. അപ്പോൾ ഇവിടെ 120 കിട്ടി, ഇവിടെ 30 ഉണ്ട്. അപ്പോൾ എത്രയായി? 150 ആയി. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വരും? 30 വരും. ഓക്കെ, ഇനി ഇവിടെ ഈ 30ന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഈ 30ന് ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്? 40 ആണ്. അപ്പോൾ എ ബി ഡി ഐസോസിലസ് ആയി. 2 കോണ് തുല്യമായാൽ ഐസോസിലസ് ആവും. അപ്പോൾ ഒരു കോണിൻ്റെ ഓപ്പോസിറ്റ് 40 ആണെന്നുണ്ടെങ്കിൽ മറ്റേ കോണിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 60, ഇവിടെ 90, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30. ഇനി 30, 60, 90ൻ്റെ റേഷ്യോ എടുക്കുക. 1:√3:2. അതിൽ 2ൻ്റെ സ്ഥാനത്താണ് 40 കിടക്കുന്നത്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ √3യുടെ സ്ഥാനത്ത് എത്രയായിരിക്കും? 20√3 ആയിരിക്കും. ഈ 60ൻ്റെ ഓപ്പോസിറ്റാണ് മരം കിടക്കുന്നത്, ഇത് ഡി സി. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് √3 ആണ്. അപ്പോൾ മരത്തിൻ്റെ ഉയരം എത്രയാണ്? 20√3. 30ൻ്റെ ഓപ്പോസിറ്റാണ് പുഴയായ ബി സി കിടക്കണം, ബി സി പുഴ. അത് 30ൻ്റെ ഓപ്പോസിറ്റ് റേഷ്യോ 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാ? 20. അപ്പോൾ പുഴയുടെ വീതി എത്രയാ? 20. ഓക്കെ, മരത്തിൻ്റെ ഉയരം 20√3ഉം പുഴയുടെ വീതി 20ഉം കിട്ടും. ഇങ്ങനത്തെ ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം. ഇവിടെ 60, അപ്പോൾ ഇവിടെ 120 വരും. അപ്പോൾ 180 ആയി. ഇവിടെ 120, 30, 150 ആയി. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 30 ആയി. ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയും 40 വരും. പിന്നെ 30, 60, 90, 1:√3:2. 2ൻ്റെ സ്ഥാനത്ത് 40 ആണെങ്കിൽ 1ൻ്റെ സ്ഥാനത്ത് 20, ദെൻ √3യുടെ സ്ഥാനത്ത് 20√3. 5 മാർക്കിൻ്റെ ചോദ്യമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019 ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.